ഓ അല്ല, പടം നല്ലൊരു ഫാമിലി ചിത്രം, നല്ല ഗാനങ്ങളുണ്ട്, എല്ലാം കൊണ്ടും പ്രേക്ഷകർക്ക് ഇഷ്ടമാവും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഓ ഇപ്പൊ കണ്ടവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞത്. അതെ അതെ അതെ, ഓർമ്മയിൽ നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഞാൻ ഇതിനകത്തൊരു ആർട്ടിസ്റ്റാണ്, കഥാപാത്രം ചെയ്ത ആളാണ്. അതിൻ്റെ ഡയറക്ടറിനെ അറിയുള്ളൂ അതെന്തുവാ അങ്ങനെ കൊടുത്തതെന്നുള്ളത്. അദ്ദേഹം ഇവിടെ ഇനിയിപ്പം വെളിപ്പെടുത്തും അദ്ദേഹത്തിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ ഓക്കെ, താങ്ക് യു സോ മച്ച്. പറഞ്ഞോ, കണ്ടോ? പടം കണ്ടായിരുന്നു എല്ലാവരും? ഹൃദയം കൊണ്ടെടുത്ത ഒരു പടമാണ്. കണ്ടിട്ട് ഒറിജിനൽ അഭിപ്രായം പറഞ്ഞു. എന്തായാലും എന്നുവെച്ചാലും മലയാളി ചേർത്ത് പിടിക്കും ഈ പടം. ഓക്കെ. ഓർമ്മചിത്രം എന്ന സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്. ശരിക്കും എന്താ പറയുക, ഒരുപാട് ഫെസ്റ്റിവലിലൊക്കെ പോയി കളിക്കേണ്ട ഒരു ചിത്രമാണ്. അത്രയും തന്മയത്തോടുകൂടിയാണ് ഡയറക്ടർ ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. പിന്നെ അലക്സ് പോളിൻ്റെ സംഗീതം, വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം സംഗീതം നിർവഹിച്ച ഗാനങ്ങൾ, പിന്നെ മാനസ രാധാകൃഷ്ണൻ, അതുപോലെ ഹരികൃഷ്ണൻ, മലർവാടി ആർട്സ് ക്ലബ്ബ്. ഹരികൃഷ്ണൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ക്യാരക്ടറല്ല ഈ ചിത്രത്തിൽ. സാധാരണ ഒരു റൊമാൻറ്റിക് ഹീറോ, അങ്ങനെ ഒരു ജനഗണമനയിലൊക്കെ അദ്ദേഹം നല്ല കഴിവ് തെളിയിച്ച് ആടിച്ചൂലൊക്കെ. പക്ഷേ ഈ ഒരു കഥാപാത്രം ശരിക്കും അങ്ങോട്ട് എന്താ പറയുക, ഒരു ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രേക്ഷകരുടെ ഒരു മനസ്സിനെ പിടിച്ചിരുത്തുന്ന ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മീര നായർ, നാസർ ലത്തീഫ്, ഒരുപാട് പടം കണ്ടിറങ്ങുമ്പോൾ ശരിക്കും ഒരു സാധാരണ മനുഷ്യൻ ഒരു ജീവിതത്തിൽ എന്താ പറയുക, പിടിച്ചു നിൽപ്പ്, ഒരു ചെറുത്ത് തൊട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാടുപെടൽ, അതിനകത്ത് വന്ന കുറേയേറിയ മുഖങ്ങൾ, അതിലേക്ക് യാഥാർത്ഥ്യങ്ങൾ, സത്യത്തിൻ്റെ ഒരു തീവ്രത ആ മുഖങ്ങൾക്ക് വലിച്ചു കാട്ടുന്നൊരു ചിത്രമാണ്. ഒരുപാട് ഒരു ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റിയ ഒരു മൂവിയാണ്. ശരിക്കും അതൊരു സാധാരണ ഒരു സില്ലി ചിത്രം കാണുന്ന ലാഘവത്തോടെ ഇത് കണ്ടിറങ്ങാൻ പറ്റുന്നില്ല. അത്രയും ഭംഗിയിലാണ് ഈ ചിത്രം കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ സംവിധായകൻ എന്തുകൊണ്ടാണ് പേര് വെളിപ്പെടുത്താത്തതെന്ന് ചിത്രം കണ്ടിറങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത്. ഏതായാലും ഓർമ്മചിത്രം എല്ലാവരുടെയും മനസ്സിൽ ഇത്തരം ചിത്രങ്ങൾ ഇറങ്ങേണ്ടതുണ്ട്. ഇന്നത്തെ കാലയളവിൽ ഒരുപാട് ഘടകങ്ങളൊരു നല്ല ചിത്രമാണ്. ശ്രുതി ഗുരുവായൂർ, അങ്ങനെ കുറേയധികം ആർട്ടിസ്റ്റുകളുണ്ട്. താരബാഹുല്യമുള്ള ചിത്രം അല്ലെങ്കിൽ പോലും കഥാതന്തുവിൽ മുന്നിട്ട് നിൽക്കുകയാണ്. ഒരുപാട് ഫെസ്റ്റിവലിൽ പോയി ചർച്ച ചെയ്യേണ്ട ഒരു ചിത്രമാണ് ഓർമ്മചിത്രം. എല്ലാവിധ ഭാവങ്ങളും. എനിക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ചിത്രം. കാരണം നമ്മൾ സാധാരണ മലയാള സിനിമയിൽ കണ്ടിട്ടിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു പഴയ കാലഘട്ടമാണ് പറയുന്നത്. മൊബൈലൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. വളരെ പച്ചയായിട്ട് എനിക്ക് തോന്നുന്നു കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. നമ്മളൊരു പക്ഷേ സിനിമയിൽ കാണുന്ന ഒരു ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും ഇതിൻ്റെ അത് ഉണ്ടാവില്ല. പക്ഷേ കണ്ടിരിക്കാനായിട്ട്, കണ്ടാൽ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത രീതിയിലുള്ള ഒരു ഓർമ്മചിത്രമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് സിനിമയെ ഇഷ്ടപ്പെടുന്നവർ കണ്ടു കഴിഞ്ഞാൽ വളരെ ഇഷ്ടപ്പെടാനുള്ളൊരു സിനിമയാണ്. അതുപോലെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മാനസ, ഹരി, പിന്നെ അതുപോലെ നാസറക്കായൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ശരിക്കും വേണമെങ്കിൽ ഒരു ആർട്ടിസ്റ്റ്, ഒരു മീൻസ് താരമൂല്യത്തെക്കാളും ചെയ്തിരിക്കുന്ന ക്യാരക്ടറുകൾ, പ്രത്യേകിച്ച് ഹരി ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും ഈ സിനിമ ജനങ്ങളിലേക്ക് ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.